വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന വിളനാശം ഇനി മുതൽ പ്രാദേശിക ദുരന്തമായി കണക്കാക്കി ധനസഹായം അനുവദിക്കുമെന്ന് കേന്ദ്രം. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന വഴിയാകും സമയബന്ധിതമായി ധനസഹായം ലഭ്യമാക്കുക. പി വസന്ത് വിവരങ്ങളുമായുണ്ട്. വസന്ത്, കേരളത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ എത്രയോ ദിവസങ്ങൾ നമ്മൾ ഇത്തരം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു നടപ്പാക്കൽ വരിക? ദിവേഷ്, ഈ കേരളത്തിന് ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന വിളനാശം ഇനി മുതൽ പ്രാദേശിക ദുരന്തമായി കണക്കാക്കി ധനസഹായം അനുവദിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന വഴിയാകും സമയബന്ധിതമായി ഈ സഹായം ലഭിക്കുക. ഇതിനായി ഇതിന്റെ ചട്ടക്കൂടിൽ കേന്ദ്രം പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാദേശിക ദുരന്ത വിഭാഗത്തിൽ 5ാമത്തെ ഇനമായിട്ടാണ് ഈ വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന നഷ്ടത്തെ ഉൾപ്പെടുത്തുക. വന്യജീവി ആക്രമണത്തിന്റെ കെടുതി നേരിടുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ആണ് ഇത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനം വരുന്നത്. ഈ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണിത്. അടുത്ത വർഷത്തെ ഖാരിഫ് സീസൺ മുതൽ നടപ്പാക്കി തുടങ്ങുമെന്നാണ് കൃഷി മന്ത്രാലയത്തിന്റെ തീരുമാനം. നാശനഷ്ടം വിള ഇൻഷുറൻസിന്റെ പരിധിയിൽപ്പെടാത്തതിന് നഷ്ടപരിഹാരം ഇതുവരെ ലഭിച്ചിരുന്നില്ല. തീരദേശ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്ക ബാധ മൂലമുണ്ടാകുന്ന നെൽവയലുകൾ ഉണ്ടാകുന്ന നാശനഷ്ടമൊക്കെ പ്രാദേശിക ദുരന്തമായി കണക്കാക്കിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടാണ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത്. ഇവ പിന്നീട് ഒഴിവാക്കുകയായിരുന്നു. ഇതേക്കുറിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കൃഷി മന്ത്രാലയം നിയോഗിച്ചിരുന്നു. സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വന്യജീവി ആക്രമണം ഉണ്ടാകുന്ന നഷ്ടങ്ങളും പ്രാദേശിക ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്.